എല്ലാവർക്കും നമസ്കാരം. ഒരു സിമ്പിൾ വെജിറ്റബിൾ കട്ട്ലറ്റ് എങ്ങനെ തയ്യാറാക്കാമെന്നുള്ളത് കാണാം. 4 വലിയ ഉരുളക്കിഴങ്ങ് പുഴുങ്ങി തോലെല്ലാം കളഞ്ഞ് ഉടച്ചു വയ്ക്കുക. ഒരു വലിയ ബീറ്റ്റൂട്ട് ഗ്രേറ്റ് ചെയ്തത്, ഒരു ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തത്, കുറച്ച് ബീൻസ് പൊടിയായിട്ട് അരിഞ്ഞത്, 2 തണ്ട് കറിവേപ്പില, ഒരു 4-5 പച്ചമുളക് പൊടിയായിട്ട് അരിഞ്ഞത്, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി പൊടിയായിട്ട് അരിഞ്ഞത്. ഞാൻ ഇത്രയൊക്കെ എടുത്തിട്ടുള്ളൂ. ഒരു പാൻ ചൂടാകുമ്പോൾ 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് 1 ടേബിൾ സ്പൂൺ പെരുംജീരകം, 1/2 സ്പൂൺ നല്ല ജീരകം നന്നായിട്ട് വഴറ്റിയതിന് ശേഷം തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഇഞ്ചി, പച്ചമുളക്, കറിവേപ്പില ചേർത്ത് നന്നായിട്ട് വഴറ്റുക. പിന്നീട് തയ്യാറാക്കി വെച്ചിരിക്കുന്ന പച്ചക്കറികൾ ഓരോന്നായിട്ട് ചേർത്ത് കൊടുക്കുക. ഇതിലേക്ക് ഗ്രീൻ പീസ് വേവിച്ചതൊക്കെ ചേർക്കാം കേട്ടോ. ഞാൻ ഇത്രേ എടുത്തിട്ടുള്ളൂ. പിന്നെ ഈ കട്ട്ലറ്റിൽ വെളുത്തുള്ളിയോ മല്ലിയിലയോ ഒന്നും തന്നെ ഞാൻ ചേർക്കാറില്ല. വളരെ മസാല കുറവ് ചേർത്തിട്ട് തയ്യാറാക്കുന്ന ഒരു കട്ട്ലറ്റാണ്. പച്ചക്കറികൾ ഒരു 10 മിനിറ്റോളം സ്ലോ ഫ്ലെയിമിൽ അടച്ചു വെച്ച് വേവിക്കുക. ഉരുളക്കിഴങ്ങ് പൊടിച്ചതിലേക്ക് 1 സ്പൂൺ മുളക് പൊടി, 1 സ്പൂൺ ഗരം മസാല, 1/2 സ്പൂൺ കുരുമുളക് പൊടി, മസാല പൗഡറായിട്ട് ഇത്രയേ ചേർക്കുന്നുള്ളൂ. പിന്നെ സ്വാദിന് ആവശ്യമുള്ള ഉപ്പിൽ പകുതി ഉപ്പ് ഉരുളക്കിഴങ്ങ് പൊടിച്ചതിലും ചേർക്കുക, പകുതി ഉപ്പ് പച്ചക്കറി വഴറ്റിയതിലേക്ക് ചേർക്കുക. ഉപ്പ് ചേർത്ത് നന്നായിട്ട് പച്ചക്കറികൾ കൂട്ടി യോജിപ്പിക്കുക. അങ്ങനെ തയ്യാറാക്കിയ പച്ചക്കറിക്കൂട്ട് നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങ് പൊടിച്ച് വെച്ചതിലേക്ക് ചേർത്ത് കൊടുക്കുക. ചൂടായതുകൊണ്ട് നന്നായിട്ട് ആദ്യം ഒന്ന് സ്പൂൺ വെച്ച് ഇളക്കി കൊടുക്കുക. തണുത്തതിന് ശേഷം കൈ കൊണ്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക. എത്ര കട്ട്ലറ്റാണോ തയ്യാറാക്കേണ്ടത് അത്രയും ഉരുളകളാക്കി ആദ്യം മാറ്റുക. പിന്നെ കട്ട്ലറ്റിൻ്റെ ഷേപ്പിലേക്ക് മാറ്റി തയ്യാറാക്കി വയ്ക്കുക. ഞാൻ ഇങ്ങനെ റൗണ്ട് ഷേപ്പിലാണ് തയ്യാറാക്കിയിട്ടുള്ളത്. പിന്നെ കട്ട്ലറ്റ് മുക്കിയെടുക്കുന്നതിന് ഒരു ബാറ്റർ റെഡിയാക്കാം. ഞാൻ 1 ടേബിൾ സ്പൂൺ മൈദ കുറച്ച് വെള്ളം ചേർത്ത് കലക്കിയെടുത്തു. മൈദയ്ക്ക് പകരം കോൺഫ്ലവർ യൂസ് ചെയ്യാം. ഞങ്ങൾ പ്യുവർ വെജിറ്റേറിയൻ ആയതുകൊണ്ട് മുട്ടയൊന്നും കഴിക്കാറില്ല കേട്ടോ, അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. അങ്ങനെ മൈദ കൂട്ടിൽ മുക്കിയ ഓരോ കട്ട്ലറ്റും പിന്നീട് റവ, സാധാരണ ഉപ്പുമാവ് ഉണ്ടാക്കുന്ന റവയെ, അതിൽ ഓരോ സൈഡും എല്ലാ സൈഡും ഇതുപോലെ മുക്കിയെടുത്ത് മാറ്റി വയ്ക്കുക. റവയ്ക്ക് പകരം ബ്രെഡ് ക്രംബിൾസ് യൂസ് ചെയ്യാം കേട്ടോ. അങ്ങനെ എല്ലാ കട്ട്ലറ്റും തയ്യാറാക്കി ഒരു പാത്രത്തിലാക്കി 1 മണിക്കൂറോളം ഫ്രിഡ്ജിൽ വയ്ക്കുക. ഫ്രിഡ്ജിൽ വെച്ച് 1 മണിക്കൂറിന് ശേഷം ഫ്രിഡ്ജിൽ വെച്ച കട്ട്ലറ്റ് ഇങ്ങനെ ആയിട്ടുണ്ട്. എന്തിനാണ് ഫ്രിഡ്ജിൽ വയ്ക്കുന്നത് വെച്ചാൽ വറുക്കുമ്പോൾ എണ്ണയിലേക്ക് ഇടുമ്പോൾ കട്ട്ലറ്റ് ചിലപ്പോൾ പൊട്ടിപ്പോവാനുള്ള ചാൻസ് ഉണ്ട്. ഇനി കട്ട്ലറ്റ് ഫ്രൈ ചെയ്തെടുക്കാം. ഞാൻ ഒരു പാൻ വെച്ച് അതിലേക്ക് റൈസ് ബ്രാൻ ഓയിലാണ് വറുക്കാനായിട്ട് എടുത്തിട്ടുള്ളത് കേട്ടോ. റൈസ് ബ്രാൻ ഓയിൽ നല്ലതാണ്. ഞാനിവിടെ ഡീപ്പ് ഫ്രൈക്ക് റൈസ് ബ്രാൻ ഓയിലാണ് സാധാരണ യൂസ് ചെയ്യാറ്. അങ്ങനെ ഓരോരോ കട്ട്ലറ്റായിട്ട് വറുത്ത് കോരി എടുക്കാം. ഷാലോ ഫ്രൈ ചെയ്തും എടുക്കാം കേട്ടോ. അങ്ങനെ എല്ലാ കട്ട്ലറ്റുകളും തയ്യാറാക്കി ഈ കട്ട്ലറ്റിൽ പച്ചക്കറിയായിട്ട് കൂടുതൽ അളവിൽ ബീറ്റ്റൂട്ട് ചേർത്തുകൊണ്ട് ബീറ്റ്റൂട്ട് കട്ട്ലറ്റ് എന്ന് വേണമെങ്കിൽ വിളിക്കാം. ഇതിൻ്റെ കൂടെ ടൊമാറ്റോ സോസ് കൂട്ടി കഴിക്കാം. ഞാനിവിടെ സവാളയും തക്കാളിയും പച്ചമുളകും ഒക്കെ ചേർത്ത് ഒരു സാലഡ് തയ്യാറാക്കിയിട്ടുണ്ട്. അങ്ങനെ വളരെ കുറച്ച് മസാലകളൊക്കെ ചേർത്ത ഒരു ബീറ്റ്റൂട്ട് കട്ട്ലറ്റ്. എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കിക്കോളൂ, തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. റെസിപ്പി ഇഷ്ടപ്പെട്ടാൽ ചാനൽ ഫോളോ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒക്കെ മറക്കല്ലേ. എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യൂ കേട്ടോ.